ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീചൈതന്യ ചരിതാമൃതം ആദിലീല 14-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 14-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം. ബാല്യലീലായ ആകെ പ്രഭുര ഉത്താന ശയന, പിതാ മാതായ ദേഖായിന ചിന്നചരണ. ബാല്യലീലായ ആകെ പ്രഭുര ഉത്താന ശയന, പിതാ മാതായ ദേഖായിന ചിന്നചരണ. ബാല്യലീലായ ആകെ പ്രഭുര ഉത്താന ശയന, പിതാ മാതായ ദേഖായിന ചിന്നചരണ. ശബ്ദാർത്ഥം: ബാല്യലീലയിൽ ആകെ ആദ്യം പ്രഭുര ഭഗവാന്റെ ഉത്ഥാന ശരീരം തിരിക്കുക, ശയന ശയിക്കുക, പിതാമാതായ മാതാപിതാക്കളെ ദേഖായിര കാണിച്ചു, ചിഹ്ന അടയാളങ്ങൾ, ചരണാരവിന്ദങ്ങളുടെ വിവർത്തനം. ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയ ചരണാരവിന്ദ ഭക്തിവൻ സ്വപ്രൂപാശീല പ്രഭുപാദകി ജയ്. വിവർത്തനം: തന്റെ ആദ്യത്തെ ബാല്യലീലയിൽ മഹാപ്രഭു കിടക്കയിൽ കമിഴ്ന്ന് ശയിക്കുമ്പോൾ തന്റെ പാദകമലങ്ങളിലെ ചിഹ്നങ്ങൾ മാതാപിതാക്കളെ കാണിക്കുകയുണ്ടായി. ഭാവാർത്ഥം: ഉത്താന എന്ന വാക്കിന് മുഖം ഉയർത്തി കിടക്കയിൽ ശയിക്കുക എന്നും കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടക്കുക എന്നും അർത്ഥമുണ്ട്. ചില വായനകളിൽ ഉത്താന എന്ന പദത്തിന് നിൽക്കുക എന്നും അർത്ഥം വരും. തന്റെ ബാല്യലീലകളിൽ മഹാപ്രഭു ചുമരിൽ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു സാധാരണ കുട്ടി താഴെ വീഴുന്നത് പോലെ അവിടുന്നും നിലത്ത് വീഴുകയും പിന്നീട് തന്റെ കിടക്കയിൽ ശയിക്കുകയും ചെയ്തു. മമ ജ്ഞാനവിഭ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിഷ്ടപദാന്തികം വന്ദേഹം ശ്രീഗുരുശ്രീതപദഗമനം ശ്രീഗുരു വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹൃദാമൃതന്തം സജീവം സാദ്വൈതം സാവധൂതം ഹരിജൻ സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സാനന്ദാൻ ശ്രീ വിശാഖാൻതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ നിശതാരിണേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൈതന്യ ചരിതാമൃതത്തിലെ 14-ാമത്തെ അധ്യായമാണ്. അപ്പൊ ഇവിടെ മഹാപ്രഭുവിന്റെ ബാല്യലീലകളെ പറ്റിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലെ 6-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ബാല്യലീലകൾ ചെയ്ത ലീലകൾ പോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ ബാല്യലീലകളും അത്യന്തം മധുരകരമാണ്. അപ്പം കാരണം അവിടെ ഭക്തന്മാർക്കും ഭഗവാനും രസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പല പല ലീലകൾ ആടുന്നത്. അപ്പൊ ഇവിടെയും ഈ ഒരു ശ്ലോകത്തിലും കാണാൻ സാധിക്കും എങ്ങനെയാണ് ഭഗവാൻ തന്റെ ആദ്യത്തെ ബാല്യലീല തന്നെ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ എങ്ങനെയാണ് കിടക്കയിൽ നിന്ന്, നമുക്കറിയാലോ, ചെറിയ കുട്ടി കമിഴ്ന്ന് കിടക്കാൻ ശ്രമിക്കും, എണീറ്റ് നിൽക്കാൻ ശ്രമിക്കും, നിൽക്കുമ്പോൾ താഴോട്ട് വീഴും. ഇത് കാണുമ്പോൾ അച്ഛനമ്മമാർക്ക് എന്താ പറയാ, ഒരു സന്തോഷം വരും. അതുപോലെ തന്നെയാണ് ഭഗവാനും അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ ആ ലീലകളൊക്കെ അദ്ദേഹം ലീലകൾ ആടി അദ്ദേഹം. കാരണം എന്ന് വെച്ചാൽ ആക്ച്വലി അവർ ഇപ്പൊ ഭഗവാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അച്ഛനമ്മമാർക്ക് ആ ഒരു സ്നേഹം കാണിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ഭഗവാന്റെ ലീലകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഭഗവാന്റെ യോഗമായ ശക്തി കാരണം ഇവൻ ഭക്തന്മാര് അവര് ഭഗവാനാണെന്നുള്ള കാര്യം മറന്നുപോകും. എന്നാലേ ആ ലീലകളിൽ മാധുര്യം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ കിടക്കയിൽ നിന്ന് എണീറ്റ് നിൽക്കാനൊക്കെ ശ്രമിച്ചു. ഇവിടെ പറയുന്നുണ്ട് ഭഗവാന്റെ പാദകമലങ്ങളിൽ പല പല ചിഹ്നങ്ങൾ മാതാപിതാക്കളെ കാണിക്കുന്നുണ്ടായെന്ന് പറയും. അപ്പൊ ഭഗവാന്റെ പാദത്തിൽ നമുക്കറിയാലോ, ഭഗവാന്റെ പാദത്തിൽ തന്നെ പല പല ചിഹ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഭഗവാന്റെ പാദമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഭഗവാൻ വന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അതുപോലെ തന്നെ നിൽക്കാൻ ശ്രമിച്ചു വീണ്ടും അദ്ദേഹം എണീറ്റു
സാധാരണ കുട്ടി എണീറ്റ് വീഴുന്ന പോലെ തന്നെ അദ്ദേഹം നിലത്ത് വീഴും, പിന്നെ കിടക്കയിൽ കമന്ന് കിടക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതാണ് ആദ്യത്തെ ലീലയായിട്ട് ലീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ പറഞ്ഞു. അപ്പൊ അതുപോലെ അനേകം ലീലകൾ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ സാധിക്കും. ശരിക്കും മഹാപ്രഭു തന്റെ ലീലകളിലൂടെ ഭഗവാൻ ഭക്തന്മാർക്ക് ആനന്ദം നൽകി കാണാൻ സാധിക്കും. അടുത്ത ശ്ലോകം 7. ഗൃഹേ ദ്വിജന ദേഖി ലഘുപത ചിഹ്ന താഹേ ശോഭേ ധ്വജ വജ്ര ശംഖചക്രമീന. ശബ്ദാർത്ഥം ഗൃഹേ ഗൃഹത്തിൽ, ദ്വിജന മാതാപിതാക്കൾ, ദേഖി കാണുക, ലഘുപദ ചിഹ്ന അന്ന് തീരെ ചെറുതായിരുന്ന പാതാരവിന്ദങ്ങളിലെ അടയാളങ്ങൾ, താഹേ അവയിൽ, ശോഭെ മനോഹരമായ ദൃശ്യമായിരുന്നു, ധ്വജ കോടി കൊടി, വജ്ര ഇടിമിന്നലുകൾ, ശംഖ് ചക്ര ചക്രം, മീന മത്സ്യം. വിവർത്തനം: മഹാപ്രഭു നടക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ ചെറിയ കാൽപ്പാടുകളിൽ വിഷ്ണു ഭഗവാന്റെ വിശേഷാൽ ചിഹ്നങ്ങളായ കൊടി, മിന്നൽ പിണർ, ശംഖ്, ചക്രം, മത്സ്യം എന്നിവ ദൃശ്യമായി. ശ്ലോകം 9. ദേക്കിയ ദോൻഹാര ചിത്തെ ജന്മീല വിസ്മയ കാരപദ ചിഹ്നകരെ നാപായ നിശ്ചയ. ശബ്ദാർത്ഥം: ദേഖിയ ഈ അടയാളങ്ങളെല്ലാം കണ്ടിട്ട്, ദോൻഹാര മാതാപിതാക്കൾ, ചിത്തെ ചിത്തത്തിൽ, ജന്മില ഉണ്ടായി, വിസ്മയ അത്ഭുതം, കാര ആരുടെ, പദചിഹ്ന പാദമുദ്രകൾ, കരെ ഭവനത്തിൽ, ന ഇല്ല, പായ ലഭിച്ചു, നിശ്ചയ തീർച്ചയായും. വിവർത്തനം: ഈ അടയാളങ്ങളെല്ലാം കണ്ടിട്ടും മാതാപിതാക്കൾക്ക് അവ ആരുടെ പാദമുദ്രകളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്രകാരം അത്ഭുത സ്തബ്ധരായ അവർക്ക് ആ പാദമുദ്രകൾ എങ്ങനെയാണ് തങ്ങളുടെ ഗൃഹത്തിൽ വന്നതെന്നും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ശ്ലോകം 9. മിശ്രക ഹേ ബാല ഗോപാല അച്ഛേ ശില സംഗേ തേൻഹോ മൂർത്തി ഹന ഘരെ കേലേ ജാനിരംഗേ. ശബ്ദാർത്ഥം: മിശ്ര കഹേ ജഗന്നാഥ മിശ്രൻ പറഞ്ഞു, ബാലഗോപാല ബാലനായ കൃഷ്ണൻ ആച്ചെ ഇവിടെയുണ്ട്, ശിലാസംഗേ സാലഗ്രാമ ശിലയോടൊപ്പം, തേൻഹോ അദ്ദേഹം, മൂർത്തിഹന അവിടുത്തെ അതീന്ദ്രിയ രൂപം, ഖരേ മുറിക്കുള്ളിൽ, ഖേലെ കളിക്കുന്നു, ജാനി മനസ്സിലായി, രംഗേ ജിജ്ഞാസയിൽ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അരവിന്ദ ശീല പ്രഭുപാദി ജയ്. വിവർത്തനം: ജഗന്നാഥ മിശ്രൻ പറഞ്ഞു, തീർച്ചയായും ബാലഗോപാലൻ സാലഗ്രാമ ശിലയോടൊപ്പമുണ്ട്. അവിടുന്ന് തന്റെ ബാല്യകാല രൂപമെടുത്ത് മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവാർത്ഥം: തടിയിൽ നിന്നോ ശിലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിന്നോ കൊത്തിയെടുക്കുന്ന വിഗ്രഹത്തിൽ പരമദിവ്യ പുരുഷനായ ഭഗവാൻ കുടികൊള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. എല്ലാ ഭൗതിക ഘടകങ്ങളും ഭഗവാന്റെ ശക്തിയുടെ വിസ്തരങ്ങളാണെന്ന് യുക്തിപരമായി പോലും നമുക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ ശക്തിവിശേഷം അവിടുത്തെ തിരുമേനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ അവിടുന്ന് എല്ലായ്പ്പോഴും തന്റെ ശക്തിയിൽ സന്നിഹിതനാണ്. ഒരു ഭക്തൻ ഉത്കടമായി ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് സ്വയം പ്രകടമാകുകയും ചെയ്യുന്നു. ഭഗവാൻ പരമോന്നത ശക്തനാകയാൽ തന്റെ ശക്തിയാൽ സ്വയം പ്രകടമാകാൻ അവിടുത്തേക്ക് കഴിയുമെന്നതും യുക്തിസഹമാണ്. വിഗ്രഹ ആരാധന അഥവാ സാലഗ്രാമ ആരാധന വെറും ഒരു നിർജീവമായ ആരാധനയല്ല. ഒരു പരിശുദ്ധ ഭക്തന്റെ ഭവനത്തിലുള്ള ഭഗവത് വിഗ്രഹത്തിന് സാക്ഷാൽ ഭഗവാനായി തന്നെ പ്രവർത്തിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇവിടെ നമുക്ക് ചൈതന്യ മഹാപ്രഭുയുടെ ലീലകൾ, ബാല്യകാല ലീലകളെ പറ്റി ഒന്ന് ചർച്ച ചെയ്ത് വന്നു. അപ്പം എങ്ങനെയാണോ ഭഗവാൻ വിഷ്ണുവിന്റെ പാദത്തിൽ ഉള്ള ചിഹ്നങ്ങൾ പോലെ തന്നെ ചൈതന്യ മഹാപ്രഭുയുടെ പാദങ്ങളും അതേ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭഗവാന്റെ പാദം ചെറുതായതുകൊണ്ട് ചെറിയ രീതിയിലായിരുന്നു ആ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ജഗന്നാഥ മിശ്രനും സച്ചിദേവി അവര് ചിന്തിച്ചെന്താണ്, കാരണം അവർ വിചാരിക്കുന്നില്ല ഇത് ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണെന്ന് അവർക്ക് അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ യോഗമായ കാരണം അവരത് ആ ശക്തി അവരെ മറച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ജഗന്നാഥ മിശ്രൻ ചിന്തിച്ചത് എന്താണ്? അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഈ ചിഹ്നങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ട സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, അപ്പം പറയാം ബ്രാഹ്മണരുടെ വീട്ടിൽ അവിടെ സാലഗ്രാമശില വെച്ചവർ ആരാധിക്കും. ഈ സാലഗ്രാമശിലയിൽ ഭഗവാൻ ഉണ്ട് അല്ലെ, ആ ശിലയുടെ അകത്ത് ഭഗവാൻ ഉണ്ട്. ആ ഭഗവാൻ തന്നെയാണ് പുറത്തു വന്ന് അദ്ദേഹം ബാല്യകാല ലീലകൾ ആടിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചെടുത്തു, അദ്ദേഹം വിചാരിച്ചു. അപ്പം ഇവിടെ നമുക്ക് പറയുന്നു, ശീല പ്രഭുപാദ് ഭാവത്തിൽ പറയുന്നു,
അപ്പൊ ഭഗവാന്റെ വിഗ്രഹമൂർത്തികൾ നമ്മൾ കാണാൻ നമ്മൾ തടിയിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ കല്ലുകളിൽ നിന്നൊക്കെ നമ്മൾ കൊത്തിയെടുക്കുന്ന ഭഗവത് വിഗ്രഹം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെ ശക്തി തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പൊ നമ്മള് എങ്ങനെയാണ് ഒരു വിഗ്രഹം എന്ന് പറയുന്നത് പല ധാതുക്കളിൽ നിന്നും ഉണ്ടാക്കിയ ശേഷം അതിന് ആചാര്യന്മാര് അതിനെ പ്രാണപ്രതിഷ്ഠ ചെയ്ത ശേഷം അതിൽ സാക്ഷാത് ഭഗവാൻ തന്നെ കുടികൊള്ളുന്നുണ്ട്. കാരണം നമ്മൾ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭഗവാന്റെ ശക്തികളാണ് അല്ലെ. നമ്മൾ എന്ത് നോക്കിയാലും ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇതൊക്കെ ഭഗവാന്റെ ശക്തി തന്നെയാണ്. അപ്പൊ ഇതേ കാര്യങ്ങൾ ഭൗതിക ഘടകങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അത് നമ്മളെ ഭഗവാൻ എന്താണ് ഭഗവാനെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ ഭഗവാൻ കാരുണ്യത്തോടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു വിഗ്രഹ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്കൊരു വിഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിന് നമ്മൾ ശൃംഗാരം ചെയ്യാം, അതിന് ആരതി ചെയ്യാം. അപ്പം ആ ഭഗവാന് നമ്മൾ എന്താ നിവേദ്യം സമർപ്പിക്കാം, നമുക്ക് ഒരുപാട് അഭിഷേകം ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരുപാട് സേവനങ്ങൾ ഒരു ഭക്തന് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത്. നമ്മുടെ രൂപഗോസ്വാമി തന്ന ഭക്തിസേവനത്തിൽ ഒരു 5 അംഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അംഗമാണ് വിഗ്രഹ ആരാധന എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ ഭക്തന് ഭഗവാനായിട്ട് കൂടുതൽ അടുക്കാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിന് പ്യൂരിഫിക്കേഷൻ നടക്കുകയും ചെയ്യും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ വിഗ്രഹം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം സാക്ഷാത് ഭഗവാൻ തന്നെയാണ് ആ വിഗ്രഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ഭഗവാന്റെ ശക്തി തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ഒരു ഭക്തനെ അപേക്ഷിച്ച് ഭഗവാൻ എല്ലാ സ്ഥലത്തും കാണാനുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്തതുകൊണ്ടാണ് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ വരുന്നത്. സാധാരണ ഭക്തന്മാർക്ക് ഭഗവാനെ സേവിക്കാനും ഭഗവാൻ നമസ്കരിക്കാനും ആ സേവനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭക്തൻ ഒരു സാലഗ്രാമം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സാധാരണ ഒരു നിർജ്ജീവമായ ഒരു കല്ലല്ല ആക്ച്വലി. അപ്പൊ അതിന് സാക്ഷാത് ഭഗവാൻ തന്നെ അതിൽ കുടികൊള്ളുന്നുണ്ട്. അപ്പൊ ഏതൊരു വ്യക്തിയാണ്. അപ്പൊ അതെങ്ങനെ അറിയാൻ സാധിക്കും? നമ്മളറിയാം ഒരു ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തൻ ആ ഒരു വിഗ്രഹത്തിനെ സാക്ഷാത് ഭഗവാൻ ആയി തന്നെ കാരണം ഒരു പരിശുദ്ധ ഭക്തന്റെ ഭക്തി അനുസരിച്ചാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഭക്തിയോടെ നമ്മൾ അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യണോ ഒരു വിഗ്രഹത്തിന്റെ കൂടെ നമ്മൾ അത്രയും നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മൾ സേവനം ചെയ്യുമ്പോൾ ആ വിഗ്രഹം തന്നെ നമുക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതാണ് ആചാര്യന്മാരും പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കി. ഈവൻ ശീല പ്രഭുപാദും അദ്ദേഹത്തിന്റെ ഒരു ലീലയിൽ പറയുന്നുണ്ട്. അപ്പം പ്രഭുപാദ് പറയാറുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഭഗവാനെ ഒരു വിഗ്രഹ രൂപത്തിൽ വെച്ച് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഒരു വിഗ്രഹ രൂപത്തിൽ മാത്രമായിട്ട് വെച്ച് നിങ്ങൾ അതിനെ ആരാധിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം പ്രഭുപാദ് പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ പ്രഭുപാദ് പറയാണ്, ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ വന്നുകൂടാ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ വന്നുകൂടാ? അപ്പൊ വിഗ്രഹ രൂപത്തിൽ വരുമ്പോ ഒരു ഭക്തന് പേഴ്സണലായിട്ട് ഇല്ലേ അദ്ദേഹത്തിന് ആ ഭഗവാൻ സേവനം ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. അപ്പൊ അതിലൂടെ ഭക്തന്മാർക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും സേവനം ചെയ്യാനുള്ള അവസരമായിട്ടാണ് വിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നത്. വിഗ്രഹമേ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭക്തൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുക? ശീല പ്രഭുപാദ് ഒരു ഉത്തരം പറഞ്ഞു. വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അംഗമാണ് നമ്മുടെ ഈ ഒരു കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഒരിക്കലും നമ്മളെന്താണ് ഒരു സാധാരണ കല്ലല്ല ശരിക്കും. കാരണം വെച്ചാൽ നമ്മളൊരു വിഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? വിഗ്രഹവും സാധാരണ ഒരു കല്ലും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? വിഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതിനെ പൂജ ചെയ്ത് പ്രാണപ്രതിഷ്ഠ ചെയ്ത് നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആരാധന ചെയ്യുമ്പോൾ അവിടെ സാക്ഷാത് ഭഗവാൻ തന്നെ അതിൽ കൂടിക്കൊള്ളുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ശീലപ്രഭുപാദ് ഈ ഭാവാർത്ഥത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ യുക്തിയോടെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ എല്ലാ ഭഗവാൻ നിന്നാണ് വരുന്നത്. ആ ശക്തി വെച്ചുകൊണ്ട് നമ്മുടെ ഒരു വിഗ്രഹത്തിലൂടെ ഭഗവാൻ ആരാധിക്കുന്നു, ഭഗവാൻ അതിനെ സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാം. അടുത്തൊരു ശ്ലോകം 10. ശൈക്ഷണേ ജാഗി നിമായി കരയെ ക്രന്ദന അങ്കേനന സച്ചിതാൻ നസ്തന. ശബ്ദാർത്ഥം ശൈക്ഷണേ വളരെ പെട്ടെന്ന്, ജാഗി ഉണരുക, നിമായി ചൈതന്യ മഹാപ്രഭു, കരയെ ചെയ്തു, ക്രന്ദന കരയുക, അങ്കേ മടിയിൽ, ലന എടുക്കുക, ശശി മാതാവ്, താൻറെ അവിടുന്ന്, ഇല നുകരാൻ, സ്തന മുലാം. വിവർത്തനം: ശശി മാതാവും ജഗന്നാഥ് മിശ്രനും ഇപ്രകാരം സംസാരിക്കുന്നതിനിടയിൽ ശിശുവായ നിമായി ഉണർന്ന് കരയാൻ തുടങ്ങുകയും ശശി മാതാവ് കുട്ടിയെ എടുത്ത് മടിയിലിരുത്തി മുലപ്പാൽ നൽകുകയും ചെയ്തു. ശ്ലോകം 11.
स्तनपियाई दे पुत्रेरा चरण देखीला से चिन्ह पाए देखी मिश्रे बोलाയില്ല. ശബ്ദാർത്ഥം സ്തനം. പിയായി ഇതേ നുകരാൻ അനുവദിക്കുന്നതിനിടയിൽ പുത്രേരെ പുത്രന്റെ ചരണങ്ങൾ ദേക്കില കണ്ട് സേ അതെ ചിഹ്ന അടയാളങ്ങൾ പായെ പാദത്തിനടിയിൽ ദേക്കി കണ്ടിട്ട് ജഗന്നാഥ് മിശ്രനെ പോലായില്ല വിളിച്ചു. വിവർത്തനം: ശശി മാതാവ് തന്റെ പുത്രനെ കൊലയൂട്ടുന്നതിനിടയിൽ തറയിൽ കണ്ട എല്ലാ അടയാളങ്ങളും ശിശുവിന്റെ ചരണങ്ങളിലും ഉള്ളതായി കണ്ട് ഉടൻ തന്നെ അവർ ജഗന്നാഥ് മിശ്രനെ വിളിച്ചു. ശ്ലോകം 12. ദേക്കിയ മിശ്രേര ഹൈല ആനന്ദിത മതി ഗുപ്ത ബോലായില നീലാംബര ചക്രവർത്തി. ശബ്ദാർത്ഥം: ദേക്കിയ കണ്ടിട്ട് മിശ്രേര ജഗന്നാഥ് മിശ്രയുടെ ഹൈല ആയി തീർന്നു. ആനന്ദിത സംതൃപ്തൻ. മതി ബുദ്ധി. ഗുപ്തെ രഹസ്യമായി. ബോലായില വിളിച്ചു. നീലാംബര ചക്രവർത്തി. വിവർത്തനം: പുത്രന്റെ പാദത്തിന് അടിയിലെ അദ്ഭുത ചിഹ്നങ്ങൾ കണ്ട് ആനന്ദിതമായ ജഗന്നാഥ് മിശ്രൻ രഹസ്യമായി നീലാംബര ചക്രവർത്തിയെ വിളിച്ചു. ശ്ലോകം 13. ചിഹ്നദേക്കി ചക്രവർത്തി ബലേന ഹാസിയ ലഗ്നഗണി പൂർവേ ആമി രാഖിയ ചീലിക്കിയ. ശബ്ദാർത്ഥം: ചിഹ്നദേക്കി ചിഹ്നങ്ങൾ കണ്ടിട്ട് ചക്രവർത്തി നീലാംബര ചക്രവർത്തി ബലേന പറയുന്നു. ഹാസിയ പുഞ്ചിരിച്ച്. ലഗ്ന ഗണി ജനന മുഹൂർത്തം ഗണിച്ച്. പൂർവേ മുമ്പേ. ആരി അമി ഞാൻ. രാഖിയാച്ചി സൂക്ഷിച്ചു. ലിഖിയ ഇക്കാര്യങ്ങളെല്ലാം എഴുതിയിട്ട്. വിവർത്തനം: ആ അടയാളങ്ങൾ കണ്ടപ്പോൾ നീലാംബര ചക്രവർത്തി മന്ദഹാസത്തോടെ പറഞ്ഞു, ഞാൻ മുമ്പേ ഇതെല്ലാം ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലിലൂടെ ദർശിക്കുകയും എഴുതി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്ലോകം 14. ബത്രീശ ലക്ഷണ മഹാപുരുഷ ഭൂഷണ ഏ ശിശു അങ്കേ ദക്കിസേ സബലക്ഷണ. ശബ്ദാർത്ഥം: ബത്രീശ 32 ലക്ഷണങ്ങൾ. മഹാപുരുഷന്റെ ഭൂഷണ ആഭരണം. ഏയ് ശിശു ഈ കുട്ടി. അങ്കേ ശരീരത്തിൽ. ദേക്കി കണ്ടു. സേയ് അവ. സഭ എല്ലാം. ലക്ഷണങ്ങൾ. വിവർത്തനം: ഒരു മഹാപുരുഷന്റെ ശരീരത്തിന് ഭൂഷണമാകുന്ന 32 ലക്ഷണങ്ങൾ ഞാൻ ഈ ശിശുവിന്റെ ശരീരത്തിൽ കാണുന്നു. ശ്ലോകം 15. പഞ്ചദീർഘ പഞ്ചസൂക്ഷ്മ സപ്തരക്ത ഷഡ് ഉന്നത ത്രിഹൃസ്വപൃത ഗംഭീര ദ്വാത്രിംശ ലക്ഷണോ മഹാൻ. ശബ്ദാർത്ഥം: പഞ്ചദീർഘ 5 വലുത്, പഞ്ചസൂക്ഷ്മ 5 സൂക്ഷ്മമായത്, സപ്തരക്ത 7 ചുവന്നത്, ഷഡ് ഉന്നത 6 ഉയർന്നത്, ത്രിഹ്സ്വ 3 ചെറുത്, ഋതു 3 വിശാലമായത്, ഗംഭീരമായ, ദ്വാത്രിംശത് 32 ലക്ഷണങ്ങൾ, മഹാനായ വ്യക്തി. വിവർത്തനം: ആവർത്തനം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തിശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഒരു മഹാവ്യക്തിക്ക് 32 ശാരീരിക ലക്ഷണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ 5 ശരീരഭാഗങ്ങൾ വലുതായിരിക്കും, 5 സൂക്ഷ്മവും 7 ചുവന്നതും 6 ഉയർന്നതും 3 ചെറുതും 3 വിശാലവും 3 ഗംഭീരവും ആയിരിക്കും. ഭാവാർത്ഥം: നാസിക, ഭുജങ്ങൾ, താടി, കണ്ണുകൾ, മുട്ടുകൾ എന്നിവയാണ് 5 വലിയ ഭാഗങ്ങൾ. ത്വക്ക്, വിരൽ തുമ്പുകൾ, പല്ലുകൾ, ശിരസിലെയും രോമങ്ങൾ എന്നിവയാണ് 5 സൂക്ഷ്മ ഭാഗങ്ങൾ. കണ്ണുകൾ, കാലടികൾ, കൈപ്പടങ്ങൾ, അണ്ണാക്ക്, നഖങ്ങൾ, മേൽചുണ്ട്, കീഴ്ചുണ്ട് എന്നിവയാണ് 7 ചുവന്ന ഭാഗങ്ങൾ. 6 ഉയർന്ന ഭാഗങ്ങൾ നെഞ്ച്, തോളുകൾ, നഖങ്ങൾ, നാസിക, അരക്കെട്ട്, വായ് എന്നിവയാണ്. 3 ചെറിയ ഭാഗങ്ങൾ കഴുത്ത്, തുടകൾ, പുരുഷലിംഗം എന്നിവയാണ്. 3 വിശാലമായ ഭാഗങ്ങൾ അരക്കെട്ടും നെറ്റിയും നെഞ്ചും. 3 ഗംഭീര ഭാഗങ്ങൾ നാഭി, ശബ്ദം, അസ്തിത്വം എന്നിവയാണ്. ഒരു മഹാവ്യക്തിത്വത്തിന്റെ ലക്ഷണങ്ങൾ ഇവയാണ്. സാമുദ്രിക ലക്ഷണങ്ങളിൽ നിന്നുള്ള ഒരു ഉദ്ധരയാണ് ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പൊ എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ പാദചിഹ്നങ്ങൾ കണ്ട ശേഷം ജഗന്നാഥ് മുലയൂട്ടുന്ന സമയത്ത് ശശി മാതാവിന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഈ ഒരു ചൈതന്യ മഹാപ്രഭുവിന്റെ കരയാൻ തുടങ്ങിയപ്പോൾ മുലയൂട്ടാൻ തുടങ്ങിയ സമയത്ത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഭഗവാന്റെ കാൽപാദത്തിലെ അത്ഭുത ചിഹ്നങ്ങൾ കാണാൻ സാധിച്ചു അല്ലേ? അപ്പൊ അതിനെന്തൊക്കെയായിരുന്നു? അപ്പം കണ്ട ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? അപ്പം അടയാളങ്ങൾ കണ്ടപ്പോ
ശിശുവിന്റെ ചരണം ഉള്ളതായി കണ്ടു. അപ്പൊ ആ അടയാളങ്ങളൊക്കെ. അപ്പൊ ഉടനെ ജഗന്നാഥ മിഷനെ വിളിച്ചു. അപ്പൊ ജഗന്നാഥ മിഷൻ നീലാംബര ചക്രവർത്തി എന്ന് പറഞ്ഞ ശശി മാതാവിന്റെ അച്ഛനാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഒരു വലിയ ജ്യോതിഷ ശാസ്ത്രനായിരുന്നു. അപ്പൊ അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ ഈ കുട്ടി ജനിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ജനമുഹൂർത്തം ഗണിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു മഹാത്മാവാണ്, ഒരു മഹാപുരുഷനാണ് ഉള്ള കാര്യം എന്നുള്ള അദ്ദേഹം എഴുതി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഒരു മഹാപുരുഷന്റെ ലക്ഷണങ്ങളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഈ ശരീരത്തിന് 32 ലക്ഷണങ്ങളെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്, അല്ലെ? ഒരു മഹാപുരുഷൻ എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആൾക്കാർ പറയും ഞാൻ ഭഗവാനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അപ്പൊ അത് ശാസ്ത്രങ്ങളിലും വളരെ വ്യക്തമായിട്ട് നമ്മൾ അതിനെ കൺഫേം ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെയും ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ലക്ഷണങ്ങൾ അത് ഒരു മഹാപുരുഷന്റെ ലക്ഷണങ്ങളുമായിട്ട് ഒത്തുചേർന്ന് വന്നു ഉള്ള കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ 32 കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. 32 കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ 32 ശാരീരിക ലക്ഷണം. അപ്പൊ അദ്ദേഹത്തിന്റെ 5 ശരീരഭാഗങ്ങൾ വലുതായിരിക്കും. അപ്പൊ 5 ഭാഗങ്ങൾ, ശരീരത്തിലെ 5 ഭാഗങ്ങൾ വലുതായിരിക്കും എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 5 ഭാഗങ്ങൾ ഇത് പറഞ്ഞു? അതായത് നാസികയും, ഭുജങ്ങള്, താടി, കണ്ണുകൾ, മുട്ടുകൾ എന്നിവയാണ് ആ വലിയ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? 5 സൂക്ഷ്മമായിട്ടുള്ള ഭാഗങ്ങളെ പറ്റി പറയുന്നു അടുത്തായിട്ട് പറഞ്ഞു, അല്ലെ? അപ്പൊ അതിലെന്തൊക്കെയാണ്? ത്വക്ക്, വിരൽത്തുമ്പുകൾ, പല്ലുകൾ, ശിരസിലെയും രോമങ്ങൾ എന്നിവയാണ് 5 സൂക്ഷ്മഭാഗങ്ങൾ. പിന്നെ അടുത്തായിട്ട് പറയുന്നത് 7 ചുവന്ന ഭാഗങ്ങൾ എന്ന കാര്യങ്ങളെ പറ്റി പറയുന്നു, അല്ലെ? 7 ചുവന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കണ്ണുകൾ, കാലടികൾ, കൈപ്പടങ്ങൾ, അണ്ണാക്ക്, നഖങ്ങൾ, മേൽചുണ്ട്, കീഴ്ചുണ്ട് എന്നിവയാണ്, അല്ലെ? നമുക്കറിയാം ഭഗവാന്റെ പാദത്തിന്റെ അടിയിലൊക്കെ നമുക്ക് അറിയാൻ കാണില്ല, നമുക്ക് ചുവന്ന ഇതായിരിക്കും, അല്ലെ? ഒരു ഒരു പിങ്കിഷ് അല്ലെങ്കിൽ റെഡിഷ് ആയിട്ടുള്ള ലോട്ടസ് ഇതിന്റെ ഇതുണ്ടാവും. പിന്നെ അടുത്തത് 6 ഉയർന്ന ഭാഗങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അപ്പൊ 6 ഉയർന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് 6 ഉയർന്ന ഭാഗങ്ങൾ? നെഞ്ച്, പിന്നെ തോളുകൾ, നഖങ്ങൾ, നാസിക, അരക്കെട്ട്, വായ് എന്നിവയാണ്. പിന്നെ അടുത്തായിട്ട് പറഞ്ഞു 3 ചെറുതും 3 വിശാലവും 3 ഗംഭീരമായിരിക്കും എന്ന് പറയും, അല്ലെ? അടുത്തായിട്ട് പറഞ്ഞു. അപ്പം 3 ചെറിയ ഭാഗങ്ങൾ എന്ന് പറയുന്നത് കഴുത്ത്, തുടകൾ, പുരുഷലിംഗം എന്നിവയാണ്. പിന്നെ വിശാലമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് അരക്കെട്ട്, നെറ്റി, നെഞ്ചും പിന്നെ നെഞ്ച്. പിന്നെ 3 ഗംഭീര ഭാഗങ്ങൾ എന്ന് പറയുന്നത് നാഭി, ശബ്ദം, അസ്തിത്വം എന്നിവയാണ്. അപ്പൊ ഇതാണ് ഒരു മഹാപുരുഷൻ മഹാവ്യക്തിത്വത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് ഇവിടെ പറയുന്നത്. ഇത് സാമുദ്രിക ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിന്നുള്ള ഉത്തരയായിട്ടാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ കൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ അതെന്താണ്? അപ്പം ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാനാണെന്നുള്ള കാര്യം ഇവിടെ നീലാംബര ചക്രവർത്തി അത് കൺഫേം ചെയ്തു പറഞ്ഞു കൊടുക്കുകയാണ്, ജഗന്നാഥ മിശ്രയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശ്ലോകം 16. നാരായണ രചിന്നയുക്ത ശ്രീഹസ്ത ചരണ ഏ ശിശു സർവലോക കരിവേ താരണ. നാരായണ രചിന്നയുക്ത ശ്രീഹസ്ത ചരണ ഏ ശിശു സർവലോക കരിവേ താരണ. അപ്പൊ നാരായണന്റെ ചിഹ്നയുക്ത അടയാളങ്ങളോട് കൂടി ശ്രീഹസ്ത ചരണ കൈപ്പടങ്ങളും പാദവും ഏയ് ഇത് ശിശു സർവലോകങ്ങളിൽ കരിവേ ചെയ്യും താരണ മോചനം. ഈ ശിശുവിന് ഉള്ളം കൈകളിലും കാലടികളിലും ഭഗവാൻ നാരായണന്റെ എല്ലാ അടയാളങ്ങളും ഉണ്ട്. മൂലകളെയും മോചിപ്പിക്കാൻ ഇവന് കഴിയും. അപ്പം ഈ അടയാളങ്ങളോട് കൂടിയ ഈ ഭഗവാൻ, അതായത് ശ്രീചൈതന്യ മഹാപ്രഭുവിന് ഈ 3 ലോകങ്ങളെയും മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പം ചൈതന്യ മഹാപ്രഭു നമ്മൾ പറയില്ലേ, ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണനാണെന്ന് പറയുമ്പോൾ അപ്പൊ പലപ്പോഴും ചിലപ്പോൾ പറയും സംശയങ്ങൾ വരാം. അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും ശാസ്ത്രങ്ങൾ പ്രകാരമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഇങ്ങനെ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ലീലകൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് സാധാരണ ഒരു ചെറിയൊരു കുട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചൈതന്യ മഹാപ്രഭു ചെയ്ത അദ്ദേഹത്തിന്റെ ലീലകൾ, അനന്തമായിട്ടുള്ള ഈ ലീലകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ശാസ്ത്രമാണ് എല്ലാത്തിനും പ്രമാണം എന്ന് പറയും, അല്ലെ? നമുക്കും അറിയാൻ സാധിക്കും ഭഗവാൻ ഒരു അവതാരമായിട്ട് ഈ ലോകത്തിൽ അവതരിക്കുന്ന സമയത്ത് അത് ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അദ്ദേഹം ഏത് രൂപത്തിലാണ് അവതരിക്കുക, അല്ലെ? അദ്ദേഹം ആരുടെ അച്ഛനമായിട്ട് അവതരിക്കും, അദ്ദേഹം ഏത് കാലഘട്ടത്തിൽ അവതരിക്കും, ഏത് സ്ഥലത്തിൽ അവതരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട്
നമുക്ക് വ്യക്തമായിട്ടും പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ചൈതന്യ മഹാപ്രഭു അതുപോലെ തന്നെ അവതരിച്ചത് വ്യക്തമായിട്ടും അതും നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലും വളരെ വ്യക്തമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് അല്ലെ. ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഒരു ഗുപ്ത അവതാരമായിട്ട് അവതരിക്കും, ചന്ന അവതാരമായിട്ട് അവതരിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടും നമുക്ക് ഇതിലും കൊടുത്തിട്ടുണ്ട്. ശ്രീമദ് ഭാഗവത്തിലും ഈ ചൈതന്യ അവതാരത്തിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ശ്ലോകം തന്നെയാണ്. കൃഷ്ണവർണം തുഷാകൃഷ്ണം പാങ്കാസ്ത്ര പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായ രജന്തിഹി സുമേധസ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അതിന് പറയുന്നത് എന്താണ്? അപ്പം ഇത് ആക്ച്വലി ഇത് ചൈതന്യചാമത്തിലും വരുന്നുണ്ട് ഈ ഒരു ശ്ലോകം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം കലിയുഗത്തില് ബുദ്ധിമാന്മായ വ്യക്തികൾ അവരെന്താ ചെയ്യാം? നാമസങ്കീർത്തനം ചെയ്യും. നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് ഭഗവാന്റെ എന്താണ് ഈ ഒരു അവതാരത്തിന്, അതായത് കൃഷ്ണന്റെ അവതാരമായിട്ട് ചൈതന്യമാഹാപ്രഭുവിനെ നമ്മൾ എന്താണ് ആരാധിക്കും. അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്യുക? ആ അവതാരം ചെയ്യുന്നതാണ് ആ ചൈതന്യമാഹാപ്രഭുവായിട്ട് കൃഷ്ണന്റെ അവതാരമായിട്ട് ചൈതന്യമാഹാപ്രഭു അവിടെ എന്താ ചെയ്യുക? ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കും. അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ എങ്ങനെ വർഷിപ്പ് ചെയ്യാൻ സാധിക്കാം? ഈ ചൈതന്യമാഹാപ്രഭുവിനെ നമുക്ക് പ്ലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണവനും തുഷാകൃഷ്ണം, അകൃഷ്ണൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? അപ്പം കറുപ്പല്ല, അകൃഷ്ണൻ എന്ന് പറഞ്ഞത് കൃഷ്ണൻ. അകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അദ്ദേഹം കറുത്ത ഇതിനോട് കൂടിയല്ല, അപ്പൊ ഒരു ഗോൾഡൻ കളർ അല്ലെ അവതരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്താണ്? അപ്പൊ അദ്ദേഹം വരുന്ന ആരും കൂടെയാണ്? അദ്ദേഹത്തിന്റെ സേവന്മാരുടെ കൂടെയും അദ്ദേഹത്തിന്റെ പാർഷദന്മാരുടെ കൂടെയും ഒക്കെയാണ് അദ്ദേഹം അവതരിക്കുന്നത്. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഹരേ കൃഷ്ണ. ക്ലാസ് തീർന്നു, കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി, പ്രഭു ലെഫ്റ്റ് ആയിപ്പോ എന്ന് തോന്നണം.